ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പാലട പായസമാണ്. പിങ്ക് കളറിലുള്ള പാലട പായസം ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത്. പലരും പായസം ഉണ്ടാക്കുമ്പോൾ അത് പിങ്ക് കളർ എങ്ങനെ വരും, അതിനെന്താ ചെയ്യേണ്ടതെന്ന് പലർക്കും ഒരു സംശയമാണ്. അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് തന്നെ ഒട്ടും റിസ്ക് ഇല്ലാതെ എങ്ങനെ ചെയ്യാമെന്നാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. എല്ലാവർക്കും തന്നെ ട്രൈ ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം, റിസ്ക് ഒന്നുമില്ല, പക്ഷെ വളരെ ടേസ്റ്റിയാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ പാല് 2 പാക്ക് പാലാണ് എടുത്തിട്ടുള്ളത്. മീൻസ് 2 മിൽമയുടെ 2 പാക്ക് പാല് ഞാൻ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പ്രത്യേകം സൂക്ഷിക്കേണ്ടത് കുക്കർ നല്ല വൃത്തിയുള്ളതാവണം. നമ്മൾ ഇറച്ചിയോ അങ്ങനത്തെ ഒന്നും വെച്ചിട്ടുള്ള കുക്കർ ആവരുത്. അങ്ങനത്തെയൊക്കെ വെക്കുന്ന കുക്കറാവുമ്പോൾ പാല് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഈ കുക്കറിലാണ് പാല് തിളപ്പിക്കുന്നത്. നേരത്തെ പാല് തിളപ്പിച്ച് വെച്ചിട്ടുള്ളതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ കുക്കറിലാണ് പാല് തിളപ്പിക്കുന്നത്. ഈ പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് തന്നെയാണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോഴാണ്, തിളച്ച് വന്നാൽ ഇതിലേക്ക് തന്നെ നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പോഴാണ്, എന്നിട്ട് അടച്ചു വെച്ചിട്ടാണ് നമ്മൾ ഈ പിങ്ക് കളർ ആക്കി എടുക്കുന്നത്. നമ്മൾ ചോറൊക്കെ സ്ഥിരമായിട്ട് വെക്കുന്ന കുക്കറാണ് ഇതിനെടുക്കാൻ നല്ലത്. അല്ലെങ്കിൽ പിന്നെ ഫ്രഷ് കുക്കർ ആവണം. വീട്ടിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കുക്കറാണെങ്കിൽ ഇറച്ചിയൊന്നും വെച്ച അല്ലെങ്കിൽ പുളിയുള്ള കറിയൊന്നും വെച്ച കുക്കർ ഒരിക്കലും എടുക്കരുത്, പാല് പിരിഞ്ഞു പോവും. ഇപ്പോൾ പാല് തിളച്ച പാൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. 2 പാക്ക് മിൽമ പാലിലേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് ഇടുന്നത്. 1/2 കപ്പിന് 2 കപ്പ്, അതായത് 1 കപ്പ് പഞ്ചസാര. അതൊരു മീഡിയം മധുരം കഴിക്കുന്നവർക്ക് ഉള്ളതാണ്. ഇനിയിപ്പോൾ കൂടുതൽ മധുരം വേണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ 1/4 കപ്പും കൂടി ഇട്ട് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാനൊരു സാധാരണ അളവാണ് കാണിച്ചത്. ഇനി കുക്കർ അടച്ച് വെക്കുകയാണ്. വെയിറ്റ് ഇട്ടിട്ട് തന്നെ വേണം കുക്കർ അടയ്ക്കാൻ. പഞ്ചസാര ഇട്ടു, പാലിലേക്ക് പഞ്ചസാര ഇട്ടു. ഓൾറെഡി തിളപ്പിച്ച പാലാണെന്നുണ്ടെങ്കിൽ പിന്നെ തിളപ്പിക്കേണ്ട, നേരെ പഞ്ചസാര ഇട്ട് അടച്ചാൽ മതി. ഇനി ലോ ഫ്ലെയിമിൽ വെക്കണം. ഒരു 40 മിനിറ്റ് നേരം ഇതിങ്ങനെ വെക്കണം. ഇങ്ങനെ ലോ ഫ്ലെയിമിൽ വെക്കുക 40 മിനിറ്റ് നേരം. അതിനിടയ്ക്ക് വിസിൽ വരാതെ പ്രത്യേകം നോക്കണം. വിസിൽ വന്നു കഴിഞ്ഞാൽ ആ വെയിറ്റിൻ്റെ ആ വഴി പാല് ലീക്കായി വരാൻ സാധ്യതയുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് അടയൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കണം. വേറെ വെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ച് വേവിക്കണം. അതിന് വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് ചൂടാകുമ്പോൾ നമ്മൾ അതിലേക്ക് അട ഇട്ട് കൊടുക്കുകയാണ്. 1 കപ്പ് അടയാണ് ഇടുന്നത്. അത് വെന്ത് വരുമ്പോൾ നന്നായിട്ട് വലുതായിട്ട് കുറച്ച് ക്വാണ്ടിറ്റി കൂടിയിട്ട് വരും. അട ഇതിൽ കിടന്നിട്ട്, ഈ വെള്ളത്തിൽ കിടന്നിട്ട് വേണം നന്നായിട്ട് വേവണം. കാരണം നമ്മൾ ഇനി ഈ അട ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാര ഇട്ട പാലിലേക്കാണ്. അപ്പോൾ പിന്നെ അട ഒരിക്കലും വേവില്ല. അപ്പോൾ അടയുടെ വേവെല്ലാം ഇതിൽ തന്നെ കഴിയണം. നന്നായിട്ട് തിളച്ച് കുറച്ചധികം തന്നെ വെള്ളം വെക്കുക. 1 കപ്പ് അടയ്ക്ക് ഒരു 5-6 കപ്പ് വെള്ളമൊക്കെ വെക്കുക. എന്നിട്ട് തിളപ്പിച്ച് വേവിച്ച് ആ പശയൊക്കെ അങ്ങ് കളയണം. അപ്പോൾ നമ്മൾ കഞ്ഞിയൊക്കെ, ചോറൊക്കെ വേവിച്ചിട്ട് കഞ്ഞി വെള്ളം കളയൂലേ, അതുപോലെ അത് കളഞ്ഞെടുക്കണം. ഇതുപോലെ നന്നായിട്ട് തിളപ്പിക്കുക. ഈ ഒരു പ്രോസസ്സ് വേണമെന്നുണ്ടെങ്കിൽ കുക്കറിലും ചെയ്യാം കേട്ടോ. കുക്കറിൽ കുറച്ചധികം വെള്ളം വെച്ചിട്ട് അട വേവിക്കുക. എന്നിട്ട് ഒറ്റ വിസിലിന് തന്നെ വേവും. ഇത് കണ്ടോ, ചോറൊക്കെ വേവ് നോക്കുന്നത് പോലെ നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റായി വരണം. കാണുമ്പോൾ നമുക്ക് തോന്നും ഒരുപാട് ഓവറായിട്ട് വെന്തിരിക്കണ പോലെ തോന്നും. പക്ഷെ അത് പ്രശ്നമല്ല. കാരണം ഇപ്പോൾ കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അട നിറയെ, പാത്രം നിറയെ അടയായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് കളയണം. ഈ വെള്ളം കളഞ്ഞിട്ട് അരിച്ചെടുക്കണം. ഒരുപാട് വെന്ത പോലെ തോന്നും, പക്ഷേ അത് കുഴപ്പമില്ല. അത് ആ പാലിലേക്ക് ഇടുമ്പോൾ അത് കറക്റ്റ് വേവായിക്കോളും. അപ്പോൾ നമ്മളത് രണ്ടും റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അട കണ്ടോ, ഞാൻ ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി വെള്ളമൊക്കെ കളഞ്ഞ് വാർത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ പായസം ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഉരുളിയോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഏത് പാത്രത്തിലേക്കാണ് പായസം ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അതിലേക്ക്, പാല് കണ്ടോ നല്ല പിങ്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. 40 മിനിറ്റ് നേരം വെച്ചിട്ടാണ് ഇങ്ങനെ. ഇനി ഇത്രയും കളർ പോരാ എങ്കിൽ 1 മണിക്കൂർ നേരമൊക്കെ വെക്കാം കേട്ടോ. അപ്പോൾ പാലും അടയും കൂടി മിക്സ് ചെയ്തു. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര ഒന്ന് നോക്കിയെടുക്കാം. കാരണം ചിലർക്ക് ഈ മധുരം മതിയാവില്ല. പഞ്ചസാരയുടെ ആ ഒരു ഇത്
അടയിലേക്കൊക്കെ പിടിക്കുമ്പോൾ ചിലപ്പോൾ പഞ്ചസാര കുറഞ്ഞ പോലെ തോന്നും. ഇനി ഇതിലിട്ടിട്ട് നമ്മളൊരു 20 മിനിറ്റ് നേരമെങ്കിലും അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരുപാട് ഫ്ലെയിം കൊടുക്കണ്ട, ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ഈ പഞ്ചസാരയൊക്കെ അടയിലേക്കൊന്ന് പിടിക്കുള്ളൂ. നമ്മൾ അട വേവിച്ചിട്ടുള്ളത് സാധാ പച്ചവെള്ളത്തിലാണല്ലോ, ഒന്നും ഇട്ടിട്ടില്ല, പഞ്ചസാര ഒന്നും ഇടാതെയാണ് വേവിച്ചത്. ശരിക്കും കുക്കറിൽ നമ്മൾ ഈ പാലിങ്ങനെ ചെയ്യണ കാരണം ഒട്ടും റിസ്ക് ഇല്ല നമുക്ക്. പഞ്ചസാര ഇട്ടിട്ട് ഒരുപാട് സമയം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക പറഞ്ഞാൽ ഒരുപാട് ടൈം അങ്ങനെ പോകും. പക്ഷേ ഇവിടെ ആ പ്രശ്നം വരുന്നില്ല. കുക്കറിൽ പഞ്ചസാര ഇടുന്നു, തിളച്ച പാല് പഞ്ചസാര ഇടുന്നു, ലോ ഫ്ലെയിം ആക്കി വെക്കുന്നു. നമുക്ക് വേറെ പണികളെല്ലാം ചെയ്യാം. 40 മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് ഓഫ് ചെയ്തിട്ടിട്ട് നോക്കിയാൽ മതി. ഇടയ്ക്ക് വിസിൽ വരാനൊരു ടെൻഡൻസി കാണിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഫ്ലെയിം ഓഫ് ചെയ്തിടുക. എന്നിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഫ്ലെയിം കൊടുക്കുക. ഹൈ ഫ്ലെയിം ഒരിക്കലും കൊടുക്കരുത്, കാരണം വിസിൽ വന്നു കഴിഞ്ഞാൽ പാലെല്ലാം പുറത്തേക്ക് വരും. പിന്നെ പാല് നമ്മൾ വിസിൽ വന്നു കഴിഞ്ഞാൽ പാല് കുറുകി പോവുകയും ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കുക. ഒരുപാട് ഫ്ലെയിം കൊടുത്തിട്ട് ചെയ്യണം എന്നില്ല, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യുക. കാരണം അടയൊക്കെ നമ്മൾ പാത്രത്തിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇളക്കാതെ നമ്മൾ വെറുതെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ പാലിൻ്റെ മുകളിൽ ഇങ്ങനെ പാട പൊങ്ങി നിൽക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. പായസം നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, നമ്മൾ പാലടയൊക്കെ ഉണ്ടാക്കുന്നത് കല്യാണ വീടുകളിലൊക്കെ വലിയ ചെമ്പായാലും അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതാണ് അതിൻ്റെ ഒരു കണക്ക്, അങ്ങനെയാണ്. ഇതിപ്പോൾ കുറച്ച് ചെറിയൊരു പാത്രമായി പോയി, അപ്പോൾ തിളച്ച് തൂവാനുള്ളൊരു സാധ്യതയുണ്ട്. പാത്രം എടുക്കുമ്പോൾ കുറച്ച് വലിയ ഉരുളിയൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ അതാണ്. പിന്നെ എത്ര സമയം, ചിലർക്ക് ചിലപ്പോൾ ഇത്രയും ലൂസായിട്ടുള്ള പായസം വേണ്ടി വരില്ല, അപ്പോൾ കുറുക്കിയെടുക്കാൻ വേണ്ടി കുറച്ചധികം സമയം വെക്കുക. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. പായസം ഇപ്പോൾ ഏത് പായസമായാലും വേവിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് സമയം ചൂടാറി കഴിയുമ്പോഴേക്ക് പായസം ഒന്ന് കുറുകും. ചിലർക്ക് അങ്ങനെ ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് നല്ല ലൂസായിട്ടായിരിക്കും ഇഷ്ടം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഒരു 20 മിനിറ്റെങ്കിലും ഇതിലിട്ടിട്ട് ഈ പഞ്ചസാരയും പാലും ചേർന്ന മിക്സിയിലിട്ടിട്ട് അട ഇളക്കിയാൽ മാത്രമേ അത് അടയ്ക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. കൂടുതൽ സമയം വെക്കണം എന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം വെക്കാം, കുറുക്കിയെടുക്കാം, ഒക്കെ ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒരു കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ അട ഇതിലേക്ക് ഇടുന്ന സമയത്ത് നല്ല ഒരുപാട് വേവ് കൂടിയ പോലെ തോന്നും. അത് പ്രശ്നമല്ല, നമ്മൾ ഇതിലേക്ക് ഇടുന്നതോടുകൂടി അത് കറക്റ്റാവും. നമുക്കിങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാം നല്ല കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിലാണുള്ളത്. കളറായാലും അതുപോലെ പായസത്തിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ആയാലും എല്ലാം നല്ല കറക്റ്റായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മൾ വേറെ അണ്ടിപ്പരിപ്പ് മുന്തിരിയോ വറുത്തിടുക അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഇതോടുകൂടി ഡൺ, പായസം റെഡിയാണ്. വേറെ ഒന്നുമില്ല, പാല് പഞ്ചസാര അട ഇത്രയും മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ഇതിന് കുറച്ചധികം സമയം കുക്കറിൽ വെക്കണം എന്നൊരൊറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ. ടോട്ടൽ ടൈം 1 മണിക്കൂറാണ്. അതായത് 40 മിനിറ്റ് നേരം ഈ കുക്കറിനകത്ത് പാല് റെഡിയാവാനും 20 മിനിറ്റ് നേരം നമ്മൾ അടയായിട്ട് ചേർത്തിട്ട് വേവിക്കാനും. ഇങ്ങനെ ടോട്ടൽ 1 മണിക്കൂർ. ഇതിനിടയ്ക്ക് നമുക്ക് വേറെ എന്തെങ്കിലും പണികളൊക്കെ ചെയ്യാം. കാരണം കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളത് പ്രത്യേകം നോക്കേണ്ട കാര്യമൊന്നുമില്ല. ലോ ഫ്ലെയിമിൽ അവിടെ ഇട്ട് വെച്ചിരുന്നാൽ മതി. ഈ സമയത്ത് ഇറക്കി വെക്കാൻ സമയത്ത് പഞ്ചസാര കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. കാരണം അടയിലേക്കൊക്കെ പിടിച്ച് കഴിഞ്ഞിട്ട് പഞ്ചസാര കുറവുണ്ടോ നോക്കുക. അപ്പോൾ ഓൾമോസ്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ചൂടോടെ തന്നെ ഒന്ന് സെർവ് ചെയ്യുകയാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക. മീൻസ് പെട്ടെന്നെന്ന് ഞാൻ പറയാൻ കാരണം 2-10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം എന്നല്ല ഞാൻ പറഞ്ഞത്. ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ, കൂടുതൽ പണികളൊന്നുമില്ല. പക്ഷെ വളരെ ടേസ്റ്റിയാണ്. കഴിക്കുമ്പോൾ നമുക്ക് മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ച പായസം പോലെ തോന്നും. പക്ഷെ മിൽക്ക് മെയ്ഡോ അങ്ങനത്തെ ഒരു സംഭവം, ഈവൻ ഏലക്കായ പോലും ഇടുന്നില്ല. എന്നാൽ പോലും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനിയും നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരും. താങ്ക് യു.